ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഞങ്ങൾ ഗോൾഡൻ ടെമ്പിൾ കണ്ടതിന് ശേഷം അതിൻ്റെ വെറും 1.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള ജാലിയൻ വാലാബാഗ് കാണാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ ഇന്നലെ കണ്ട ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ സ്മാരകമായ അമർ ജ്യോതിയാണ്. അവിടെ നിന്ന് റൈറ്റ് എടുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ജാലിയൻ വാലാബാഗിൻ്റെ എൻട്രൻസിലെത്തുന്നത്. ഈ സെയിം എൻട്രൻസ് പണ്ട് ഉണ്ടായിരുന്ന സെയിം എൻട്രൻസ് ആണ് ഇവരിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കോറിഡോർ കൂടെയാണ് ഇപ്പോൾ നമ്മൾ അകത്തോട്ട് പോകുന്നത്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലെങ്കിൽ അമൃത്സർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്ന ഈ സംഭവം നടന്നത്. അപ്പോൾ നമ്മൾ അത് അകത്ത് കയറി ചെല്ലുമ്പോൾ വിവിധ ഗ്യാലറികളിലായിട്ട് ഇവിടെ ജാലിയൻ വാലാബാഗിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് വിശദമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഗാലറി നമ്പർ 1 1919 ഏപ്രിൽ 13 ഒരു ബൈസാഖി ദിവസം റൗലത്ത് ആക്ടിനെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് ജാലിയൻ വാലാബാഗിൽ ഒരു വലിയ ആൾക്കൂട്ടം ചേർന്നു. ഇത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ അവിടെ ഒരു സ്ക്രീനിൽ ജാലിയൻ വാലാബാഗിൽ നടന്ന കാര്യങ്ങളൊക്കെ ഡോക്യുമെൻ്ററി ആയിട്ട് ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കൊളോണിയൽ കാലഘട്ടത്തിലെ ഒരു കറുത്ത അധ്യായം എന്ന്. അപ്പോൾ നമ്മൾ ഗാലറി നമ്പർ 1 കയറി കഴിയുമ്പോൾ മുകളിലോട്ട് സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ ഒരു റൂമിൽ ജാലിയൻ വാലാബാഗിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ആ ഡോക്യുമെൻ്ററി കാണാൻ പോവുകയാണേ. ഏതാണ്ട് 5 മിനിറ്റോളമുള്ള ആ ഡോക്യുമെൻ്ററിയിൽ ജാലിയൻ വാലാബാഗിൽ നടന്ന മുഴുവൻ സംഭവങ്ങളും വിവരിക്കുന്നുണ്ട്. അങ്ങനെ 1919 ഏപ്രിൽ 13 ഒരു ബൈസാഖി ദിവസം റൗലത്ത് ആക്ടിനെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ജാലിയൻ വാലാബാഗിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ആ സമയത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ടെമ്പററി ബ്രിഗേഡിയർ ജനറലായിരുന്ന REH ഡയർ അദ്ദേഹത്തിൻ്റെ സൈനികരുമായിട്ട് ജാലിയൻ വാലാബാഗ് വളഞ്ഞു. ആ സമയത്ത് ജാലിയൻ വാലാബാഗിന് ഇപ്പോൾ നമ്മൾ കയറി വന്ന ആ ഒരു എൻട്രൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെയായിരുന്നു എക്സിറ്റും. ജനറൽ ഡയർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിനെ കൊണ്ട് ആ എൻട്രൻസ് ബ്ലോക്ക് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്തു. അപ്പോൾ ബാക്കി 3 ഭാഗവും ബിൽഡിങ്ങുകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയായിരുന്നു. അത് കാരണം ആർക്കും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല ഈ ജനക്കൂട്ടത്തിന്. 1500 അതിൽ കൂടുതലോ ആൾക്കാർ ഈ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഗാലറി നമ്പർ 1 കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഗാലറി നമ്പർ 2 നടക്കുകയാണ്. ഇപ്പോൾ ജാലിയൻ വാലാബാഗിൻ്റെ മുഴുവൻ ചരിത്രവും ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഗാലറി നമ്പർ 2 പോവുകയാണേ. ഇതിൻ്റെ ഏറ്റവും വലിയ ഐറണി എന്ന് പറയുന്നത് ബ്രിട്ടൻ ഇതുവരെയും, അതായത് 2025 വരെയും ഇതിൻ്റെ പേരിൽ ഒഫീഷ്യലായിട്ട് അപ്പോളജൈസ് ചെയ്തിട്ടില്ല. 2019 അഗാധമായി ഖേദിക്കുന്നു എന്നുള്ള ഒരു പ്രസ്താവന മാത്രമാണ് ഇതുവരെയും ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്ന് ഈ ജാലിയൻ വാലാബാഗ് എന്നുള്ള സംഭവത്തിനെ കുറിച്ച് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ ഗാലറി നമ്പർ 2 എൻട്രി ചെയ്യുകയാണേ. ഈ ഗാലറിയിൽ പ്രധാനമായിട്ടുള്ളത് ഈ സംഭവത്തെക്കുറിച്ച് ആ സമയത്ത് വന്ന പത്രവാർത്തകളുടെ പിക്ചറൈസേഷനും പിന്നെ വിവിധ കോൺഗ്രസ് സമ്മേളനങ്ങൾ ഇതിൻ്റെ പേരിൽ നടത്തിയ പ്രസ്താവനകളൊക്കെയാണ്. ഇതിപ്പോൾ ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് ജാലിയൻ വാലാബാഗിൽ നടന്ന ആക്ച്വൽ സംഭവമാണ്. ഇത് ഇവർ ഷൂട്ട് ചെയ്യുന്നതൊക്കെ. ഇനി നമുക്ക് പോകേണ്ടത് ഗാലറി നമ്പർ 3 അപ്പോൾ കുറച്ച് കൂടുതൽ നടക്കാനുണ്ട് ആക്ച്വലി. അപ്പോൾ ഹനിയും വൈശുവും ഒക്കെ അതിൽ നടന്ന് ക്ഷീണിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഇരുന്നാണ്. നമുക്കങ്ങനെ റെസ്റ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗാർഡനും പാത്വേ ഒക്കെ ആയാലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 1919 ഏപ്രിൽ 13 ജനറൽ ഡയറും കൂട്ടാളികളും വെടിവെച്ച സമയത്ത് ഉണ്ടായ അവിടുത്തെ വാളിൽ കൊണ്ട് ബുള്ളറ്റ് മാർക്സ് ഇപ്പോഴും അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെയിം വാൾ തന്നെ. അത് കാണാനാണ്. അപ്പം അതിന് മുമ്പേ പോകുന്ന വഴിയിൽ ഉള്ളതാണ് ഈ കാണുന്ന ഷഹീദ് വെൽ അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ കിണർ എന്നറിയപ്പെടുന്നത്. ഈ കിണർ 20 അടി താഴ്ചയുള്ള, അതായത് 6.1 മീറ്റർ താഴ്ചയുള്ള ഒരു കിണറായിരുന്നു. ജാലിയൻ വാലാബാഗ് സംഭവം നടക്കുമ്പോഴും ഈ കിണർ അവിടെ ഉണ്ടായിരുന്നു, പകുതി വെള്ളം നിറഞ്ഞിട്ട്. അപ്പോൾ ഈ വെടിവെപ്പ് നടക്കുമ്പോൾ ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നതിൻ്റെ ഇടയിലും അതേപോലെ വെടിയേറ്റ് മരിച്ച് വീണവരും ഒക്കെ ചേർന്ന് ഏതാണ്ട് 120ഓളം രക്തസാക്ഷികളുടെ മൃതദേഹം ഈ കിണറ്റിൽ നിന്ന് പിന്നീട് കിട്ടിയിട്ടുണ്ടെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാർട്ടേഴ്സ് വെൽ കണ്ട ശേഷം ഞങ്ങൾ നേരത്തെ പറഞ്ഞ ബുള്ളറ്റ് മാർക്സ് ഉള്ള വോള കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്.
ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ജനറൽ ഡയറും കൂട്ടാളികളും ഫയർ ചെയ്ത 26 ബുള്ളറ്റുകൾ തെറിച്ച പാടുള്ള വാള്. അത് ഇപ്പോഴും ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ചരിത്ര പ്രാധാന്യമായ ചുമരെന്ന് പറയുന്നത്. ആ ബുള്ളറ്റ് മാർക്സ് ഒക്കെ അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇന്നും ഒരു വോളും കൂടി നമുക്ക് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും. ഇതൊക്കെ ആ കറുത്ത ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഗാലറി നമ്പർ 3 പോവുകയാണേ. അവിടെയും ഇതേപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഗാലറി നമ്പർ 3 പറയുന്നത് പഞ്ചാബിൽ സ്വാതന്ത്ര്യ സമര കാലത്ത് നടന്ന, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നടന്ന ക്രൂരമായ സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് കൂടുതലായിട്ടും ഗാലറി നമ്പർ 3 അതായത് പഞ്ചാബിലും ലാഹോറിലൊക്കെ നടന്നത്. ആ സമയത്ത് ലാഹോറും പഞ്ചാബിൻ്റെ തന്നെ ഭാഗമായിരുന്നല്ലോ. ആയിരത്തി 1961 ഏപ്രിൽ 13 അന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഈ ജാലിയൻവാലാബാഗ് സ്മാരകം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്, ജവഹർലാൽ നെഹ്റുവിൻ്റെയും മറ്റ് നേതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ. സ്മാരകത്തിൻ്റെ അകത്ത് തന്നെ നമുക്ക് വാട്ടർ കിയോസ്കുകളും വാഷ്റൂം ഫെസിലിറ്റിയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്നത് ജാലിയൻവാലാബാഗ് മെമ്മോറിയലാണ്. നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇനി മുമ്പോട്ട് നടക്കുന്നത്. നമ്മൾ നടക്കുന്ന വഴിയിൽ നല്ല കൗതുകമുള്ള ഒരു കാഴ്ച കണ്ടേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇച്ചിരി കൗതുകമുള്ളതായിരുന്നു. ഇത് കണ്ടോ, ഇത് വിളഞ്ഞ് പാകമായി നിൽക്കുന്ന ഈന്തപ്പഴമുള്ള ഈന്തപ്പനയാണ്. അംബാലയിലുണ്ട്, പക്ഷേ ഞങ്ങൾ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. അതൊക്കെ നല്ല പൊക്കത്തിലായിരുന്നു. അത് കാരണം തന്നെ ഞങ്ങൾക്ക് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാഴ്ചയായിരുന്നു. ആക്ച്വലി ജാലിയൻവാലാബാഗിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ ഈന്തപ്പനകളുണ്ടായിരുന്നു, പൂത്തു തുടങ്ങിയതും പഴം പിടിച്ച് കഴിഞ്ഞതൊക്കെ ആയിട്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഫയർ ചെയ്തപ്പോൾ ഉണ്ടായ ബുള്ളറ്റ് മാർക്സ് ഉള്ള വാൾസ്, അതേപോലെ മറ്റൊരു വാളാണിത്. ഇപ്പോൾ ഇവിടെ 36 ബുള്ളറ്റ് മാർക്സാണ് ഈ ചുമരിലുള്ളത്. നേരത്തെ ചുമരിൽ ചെയ്ത മാതിരി ഇവിടെയും അതൊക്കെ വ്യക്തമായി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട മാട്ടിയസ് വെല്ലിൻ്റെ കഴിഞ്ഞിട്ട് വരുന്ന ജാലിയൻവാലാബാഗ് മെമ്മോറിയലാണ് ഈ കാണുന്നത്. മാട്ടിയസ് വെല്ലെന്ന് ലഭിച്ച 120 രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായിട്ട് 120 എന്നുള്ള ഫിഗറിൻ്റെ രൂപം വരുന്ന വിധത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ ആർക്കിടെക്റ്റായിരുന്ന ബെഞ്ചമിൻ പോൾക്കാണ് ഈ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇത് ഈ ഒരു വോളും പിന്നെ അതിന് ചുറ്റും ഒരു ചെറിയ കുളമുണ്ട്. അതിനകത്ത് നിറയെ മീനുകളും ആമ്പലൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്ന ഒരു സ്ട്രക്ചറും പിന്നെ അതിനകത്ത് നേരത്തെ കണ്ട മാതിരി ബുള്ളറ്റ് മാർക്സ് ഉള്ള ഒരു വാളും ഉണ്ട്. ഇതൊക്കെ ചേർന്നതാണ് ജാലിയൻവാലാബാഗ് മെമ്മോറിയൽ എന്ന് പറയുന്നത്. മിടുക്കന്മാരാ. ഇതിവരെ ക്ലൈമറ്റും അങ്ങനെ ആയതുകൊണ്ട് കളറൊക്കെ നോക്ക്. നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും ഇത്രയും കളർ കിട്ടില്ല പൂവിന്. ഇവർക്ക് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിന് സീസണായി. നമുക്ക് സ്പ്രിങ് ഇല്ലല്ലോ, നമുക്ക് വേനൽക്കാലം മഴക്കാലം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടെ സ്പ്രിങ് ആണ്. ആക്ച്വൽ സമ്മർ തുടങ്ങുക മെയ് ആവുമ്പോഴാണ്. മെയ് ലാസ്റ്റ് ജൂണൊക്കെ, മെയ് ലാസ്റ്റ് ജൂൺ ജൂലൈ ആണ് ഇവിടെ സമ്മർ. ബാക്കിയൊക്കെ സ്പ്രിങ്ങാ. ഇപ്പം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ജാലിയൻവാലാബാഗിലത്തെ സാൽവേഷൻ ഗ്രൗണ്ടാണ്. ഗ്രാനൈറ്റിലുണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ വീരമൃത്യു വരിച്ച രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായിട്ട് ആണ് ഈ സാൽവേഷൻ ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഈ ജാലിയൻവാലാബാഗിൻ്റെ റിനോവേഷനോടനുബന്ധിച്ച് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു നിർമ്മിതിയാണ് ഈ സാൽവേഷൻ ഗ്രൗണ്ട് എന്നുള്ളത്. അതിപ്പോഴും നന്നായിട്ട് തന്നെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ജാലിയൻവാലാബാഗ് കണ്ടു കഴിഞ്ഞിട്ട്
ദേ അതിൻ്റെ എക്സിറ്റിലൂടെ പുറത്തോട്ട് പോവാണ്. 1919 അവസ്ഥയല്ല. എൻട്രി ഗേറ്റും എക്സിറ്റ് ഗേറ്റും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇവിടെയൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ബെഞ്ചുകളും ഒക്കെ അവൈലബിളാണ്. ഈ എക്സിറ്റ് കടന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു മാർക്കറ്റിലേക്കാണ്. നമ്മൾ നേരത്തെ ഗോൾഡൻ ടെമ്പിളിൻ്റെ മുമ്പിലത്തെ സ്ട്രീറ്റിൽ കണ്ടില്ലേ മാർക്കറ്റ്, അതേപോലെ തന്നെ നിറയെ പഞ്ചാബി ഡ്രസ്സുകളും മറ്റ് ക്രാഫ്റ്റ്സും ഒക്കെ കിട്ടുന്ന കടകളാണ് ഈ മാർക്കറ്റിലുള്ളത്. നമ്മൾ നേരത്തെ കണ്ടത് അവരുടെ ആയുധങ്ങളുടെ ഒരു ഷോപ്പാണ്. ഞങ്ങളങ്ങനെ കുറച്ച് സമയം ആ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. നമുക്ക് ഷോപ്പിങ്ങൊന്നും കാര്യമായിട്ടില്ലായിരുന്നു. ഓൾറെഡി ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ മുമ്പിൽ നിന്ന് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ അമൃത്സർ വരെ വന്നിട്ട് ഒരു അമൃത്സറി ലസ്സി അല്ലെങ്കിൽ പഞ്ചാബി ലസ്സി കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ ഞങ്ങളത് ഒരു പഞ്ചാബി ലസ്സി കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു കടയിൽ കയറിയതാണ്. നല്ലതായിരുന്നു. എന്തായാലും ഞങ്ങളങ്ങനെ ജാലിയൻവാലാ ബാഗും കൂടി കണ്ടിട്ട് തൽക്കാലം അമൃത്സറിനോട് വിട പറഞ്ഞ് തിരിച്ച് അംബാലയ്ക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ വാഗാ ബോർഡറിലേക്കും അമൃത്സറിലെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ടാക്സിക്കാർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുമേ. നമ്മളിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പഞ്ചാബിലെ ജലന്ധർ ജില്ലയിലെ കർത്താർപൂറിലുള്ള ഫ്രീഡം സ്ട്രഗിൾ മെമ്മോറിയലാണേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പഞ്ചാബി കമ്മ്യൂണിറ്റി നൽകിയ ത്യാഗങ്ങൾ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് 25 ഏക്കറിൽ 300 കോടി ചിലവാക്കി ഉണ്ടാക്കിയ ഒരു സ്മാരകമാണിത്. അപ്പം ഞങ്ങളത് കഴിഞ്ഞ് വഴിയിൽ നിന്ന് ലഞ്ചും ഒക്കെ കഴിച്ച് തിരിച്ച് അംബാലയിലേക്ക് പോവാണ്. അപ്പോൾ ആ ഫ്രീഡം സ്ട്രഗിൾ മെമ്മോറിയൽ ഞങ്ങൾ മുഴുവനായിട്ടും അകത്ത് കയറി കണ്ട് എക്സ്പ്ലോർ ചെയ്തൊന്നുമില്ല. അപ്പോൾ വഴിയിൽ നിന്ന് കണ്ടതേ ഉള്ളൂ. കാരണം അതിന് വേണ്ടിയുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് അവർ ആക്ച്വലി പാലക്കാട് നിന്നുള്ളവരായിരുന്നു. അപ്പോൾ അവർക്ക് തിരിച്ച് പാലക്കാടിന് പിറ്റേ ദിവസം ഡൽഹിയിൽ നിന്ന് പോകേണ്ടതായിരുന്നേ. അത് കാരണം പിന്നെ ഞങ്ങൾ വഴിയിൽ വേറെ എവിടെയും നിർത്താണ്ട് അങ്ങനെ വരുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഹരിയാന പഞ്ചാബ് ബോർഡറിൽ കൂടെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കർഷക സമരം കാരണം ഹരിയാനയുടെ പഞ്ചാബിൻ്റെയും മെയിൻ ബോർഡറായ ശംഭു ബോർഡർ അടച്ചിരിക്കുന്നത് കാരണം ഞങ്ങൾ ഹരിയാനൻ്റെയും പഞ്ചാബിൻ്റെയൊക്കെ ഔട്ട്സ്കേർട്ടിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പഞ്ചാബി കർഷക ഗ്രാമത്തിൽ കൂടെയാണ്. പഞ്ചാബിലും ഹരിയാനയിലും ഇതേപോലെ നമുക്ക് നിറയെ ഗുരുദ്വാരകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ സിഖ് കമ്മ്യൂണിറ്റി കൂടുതലായിട്ട് ഇവിടങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണത്. ഇത് നോക്ക്, 2 സൈഡിലും സിൽവർ ഓക്സ് മരങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഒരു റോഡാണ്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ തീ കത്തിക്കുന്നത്. അത് ഗോതമ്പ് കൊയ്ത് വിളവെടുത്ത ശേഷം ബാക്കി വരുന്ന കച്ചി ആ പാടത്ത് തന്നെ ഇട്ട് കത്തിച്ച് അടുത്ത വിളവിന് വേണ്ടിയിട്ട് ചാരവളമായി എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ പുക കാരണമാണ് ഡൽഹിയിലും ഹരിയാനയിലൊക്കെ അന്തരീക്ഷ മലിനീകരണം കൂടുന്നത്. ഇത് കോടതി ബാൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മാത്രം. ഇത് കുറച്ച് ദൂരെ കാണുന്നത് സൂര്യകാന്തി പാടമാണ്. ആക്ച്വലി സൂര്യകാന്തിയുടെ മുഴുവനായിട്ടുള്ള ഹാർവെസ്റ്റിംഗ് സീസൺ വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയും കൂടുതലായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഞങ്ങളിത് അംബാലയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അംബാല ഞങ്ങൾ എൻട്രി ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ ജഗ്ഗി സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു മാളുണ്ട്. അവിടെ ഗെയിം സോണും കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് അവിടെ കയറാൻ വേണ്ടിയിട്ടുള്ള ഹനിയുടെ ഷോപ്പിംഗ് ഇപ്പം നമുക്ക് കേൾക്കാം. ഓരോ സാധനത്തിന്റെ ബൈക്ക് പോകും. കാരണം ഞാൻ ട്രംബോളിംഗ് മാറ്റി കളിക്കും. അച്ഛ ഞാൻ വെള്ള ട്രംബോളിംഗ് മാറ്റി കളിക്കും. വേറെ ഒറിജിനൽ കൊണ്ട് ഞാൻ കളിക്കില്ല. ഓക്കെ കളിക്കും. ഇങ്ങനെ ഞങ്ങൾ ജഗ്ഗി സിറ്റി സെൻറ്ററിൽ കയറാണ്ട് അംബാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.